നമസ്കാരം, എൻ്റെ പേര് മുബാറക്, വടതല സ്വദേശിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരാണ് ചിക്കൻ കപ്സ. ചിക്കൻ കപ്സയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 കിലോ അരിയുടെ കപ്സയാണ്. അതിന് വേണ്ടത് 2 ചിക്കൻ, ഒരു ചിക്കൻ 4ആയിട്ട് കട്ട് ചെയ്തത്, സവാള, തക്കാളി അരിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ, ഗാർലിക്, കുരുമുളക് പൊടി, കപ്സ പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിന, സവാള, ക്യാപ്സിക്കം, ഉണ്ടമുളക്. ഇത് സവാള, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ് ചെയ്തതാണ്. ബട്ടർ, മാഗി ക്യൂബ്സ്, 2 ഡ്രൈ ലെമൺ, ജീരകം, മല്ലി, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു. ഇത് സവാള, ഫ്രൈ ചെയ്ത സവാളയാണ്. ചിക്കൻ നമ്മൾ കുക്കറിലേക്കിട്ട് ഒന്ന് ബോയിൽ ചെയ്യുകയാണ്. ചിക്കൻ എടുക്കുമ്പോൾ എല്ലാവരും സ്കിന്നുള്ള ചിക്കൻ എടുക്കുക. സ്കിന്നില്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകുന്നതാണ്. അതിനുശേഷം ഈ ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കപ്സ പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് സവാള, തക്കാളി അരിഞ്ഞത്, 6 ഉണ്ടമുളക്. എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് മുളക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇത്രയും സാധനം ചേർത്ത് അതിന് വേണ്ട വെള്ളം, 3 ലിറ്റർ വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 3 വിസിൽ, കുക്കർ അടച്ചു വെച്ച് 3 വിസിൽ വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല പഞ്ഞ് പോലെ വേവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കാവുള്ളൂ. ഇനി നമുക്ക് 3 വിസിലാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ റൈസിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടത് 2 കിലോ ബസ്മതി റൈസ് നമ്മൾ അരമണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണിത്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്കിങ്ങനെ അല്ലാതെ നമുക്ക് ഈ ചെമ്പിലിട്ട് തന്നെ ചിക്കൻ വേവിക്കാവുന്നതാണ്. പക്ഷേ ചിക്കൻ ഇത്രയും സോഫ്റ്റ് കിട്ടിയില്ല. ഈ കുക്കറിൽ വെക്കുന്ന അത്രയും സോഫ്റ്റ് ചെമ്പിൽ വെച്ചാൽ കിട്ടില്ല. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1.5 പാത്രം വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച അതേ വെള്ളം തന്നെ ഇട്ടാണ് റൈസ് ബോയിൽ ചെയ്യുന്നത്. കറക്റ്റ് 1.5 പാത്രം
ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കപ്സയ്ക്ക് വേണ്ട റൈസ് റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുകയാണ്. ആദ്യമായി റൈസിന് വേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനോടുകൂടി തന്നെ 50 ഗ്രാം ബട്ടറും, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഏലക്ക, മല്ലി, ഗ്രാമ്പു, ഉണക്കനാരങ്ങ, ചെറിയ ജീരകം, കുരുമുളക് ഇവ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയാണിത്, വലിയ സവാള, അത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, വെളുത്തുള്ളി കൂട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഈ പേസ്റ്റ് അതിൻ്റെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അടുത്തതായി ചിക്കൻ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം, ഇതിലേക്ക് അരി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്, ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരിയിടാൻ സമയമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അരി കഴുകി അരമണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെച്ചില്ലെങ്കിൽ അരിയുടെ ഉള്ളു കടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അരമണിക്കൂർ കഴുകി അരി വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വയ്ക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് കപ്സ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് അധികം ബലമില്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
80% റൈസ് വെന്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിഞ്ഞു പോകാതെ മേലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലിയില, പൊരിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് അലങ്കരിച്ച് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അടുത്തതായി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്യണം. അതിനുവേണ്ടി കത്തിച്ച് വെച്ചിരിക്കുന്ന കരിയിൽ ലേശം ബട്ടർ ഒഴിച്ച് നമ്മളിതൊന്ന് സ്മോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതൊന്ന് നന്നായിട്ട് യെല്ലോ ടൈപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കപ്സ ഏകദേശം 90% റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ദമ്മ് ചെയ്ത് വെക്കാം. നമ്മുടെ കപ്സ ദമ്മ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് പൊട്ടിക്കുന്നതാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ദമ്മായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഉടഞ്ഞു പോകാതെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു റൈസ് മറ്റൊരു റൈസിൽ മുട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക.